ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാൻ വേണ്ടി ലെമൺ ചോറ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി നോക്കാം. അതിനായി അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനായി നമ്മൾ ആദ്യമേ ചോറെല്ലാം നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. അധികം കുഴഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് വേണം ഇതിനെടുക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലെമൺ റൈസിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഈ ഉഴുന്നുപരിപ്പ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതാണ് ഇപ്പം അതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി ഇതേപോലെ കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിന് ഉള്ള കപ്പൽ മുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പകരമായി പച്ചമുളക് ചേർക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നാരങ്ങ നീര് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാരങ്ങ നീര് എടുക്കുമ്പോൾ കുരുവെല്ലാം കളഞ്ഞ് അരിപ്പയിൽ അരിച്ചെടുത്ത ശേഷം നല്ല രീതിയിൽ കുരുവൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. അത് 3 നാരങ്ങയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റൈസിനനുസരിച്ച് നാരങ്ങ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക. ഒരുപാട് നേരം ഇനി സ്റ്റൗവിൽ വെക്കാതെ ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റൈസ് നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് നല്ല വാർത്തൊക്കെ എടുത്ത ശേഷം ചൂടാറാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. വേറെ പ്ലേറ്റിലോട്ട് ഇട്ട് വെച്ച് എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്നും ഒട്ടാത്ത രീതിയിലായിരിക്കണം റൈസ് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് ലെമൺ റൈസിന് ഒരു പ്രത്യേക രുചി ഉണ്ടാവുക കേട്ടോ. ഇത് പൊന്നി അരിയിലും അല്ലെങ്കിൽ റേഷൻ അരിയിലോ അല്ലെങ്കിൽ ഏത് അരിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബസ്മതി റൈസാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും ഇതിലൂടെ ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കുമ്പോഴാണ് നാരങ്ങയുടെ നീര് എല്ലാ ഭാഗത്തും എത്തിക്കിട്ടുകയുള്ളൂ. ഇനി നാരങ്ങ നീര് പോരെങ്കിൽ ഒരു നാരങ്ങ 2ആയി കട്ട് ചെയ്ത് കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് അതിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇപ്പം എല്ലാ ഭാഗത്തും മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങളും ഇതേപോലെയാണോ വീട്ടിൽ ലെമൺ റൈസ് തയ്യാറാക്കുക എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റൈസാണിത്. അപ്പം ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതാണ് ഒരു അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.